നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. മുസ്ലിം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉദ്യോഗ സംവരണത്തിനായി ഇനി മുറവിളി കൂട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. ഉദ്യോഗതലത്തിലെ സംവരണം എന്ന ലക്ഷ്യം ഏറെക്കുറെ പൂർത്തിയാക്കിയിരിക്കുന്നുവെന്നും ഇനി സംവരണം ഒരു മുദ്രാവാക്യമല്ലെന്നും ലീഗ് ദേശീയ ട്രഷറർ പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചതിൻ്റെ ശബ്ദരേഖ റിപ്പോർട്ടർ പുറത്തുവിട്ടു. സർവീസിൽ മുന്നോക്ക വിഭാഗങ്ങൾക്കൊപ്പം പ്രാതിനിധ്യം നേടാൻ കഴിഞ്ഞിരിക്കുന്നതായും വിശദീകരിച്ചുകൊണ്ടായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് പ്രഖ്യാപനം. എന്നാൽ പ്രസംഗം വിവാദമായതോടെ തൻ്റെ വാക്കുകളെ മയപ്പെടുത്തി പുതിയ വിശദീകരണവുമായി കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി. തച്ചനാട്ടുകരയിലെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് വിശദീകരണം. വേദിയിലിരിക്കുന്ന പഴയകാല നേതാക്കളെ ചൂണ്ടി അവരൊക്കെ പ്രവർത്തനം തുടങ്ങിയ കാലത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം സംവരണമായിരുന്നുവെന്ന് പറഞ്ഞായിരുന്നു തുടക്കം. തങ്ങൾക്കും അധികാരത്തിൽ ഇടം വേണമെന്ന ആവശ്യത്തിന്റെ കൂടി ഭാഗമായിരുന്നു ഇത്. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ വളരെ പഴയ നേതാക്കന്മാരാണ് ഈ സ്റ്റേജിലുള്ളത്. അവരൊക്കെ തുടങ്ങിയ കാലത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഒന്ന് സംവരണമായിരുന്നു. തുടർന്നായിരുന്നു ഉദ്യോഗതലത്തിലെ സംവരണത്തിന് ഇനി പ്രസക്തിയില്ലെന്നും ആ പണി ലീഗ് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രഖ്യാപനം. മുന്നോക്ക സമുദായങ്ങൾക്കൊപ്പം ഒരു പരിധിവരെ പിന്നോക്ക വിഭാഗങ്ങളും എത്തിയതായും കുഞ്ഞാലിക്കുട്ടി നിരീക്ഷിച്ചു. ഇന്ന് ഞാൻ അന്തസ്സോടുകൂടി പറയട്ടെ, മുസ്ലിം ലീഗ് ആ പണി പൂർത്തിയാക്കിയിരിക്കുന്നു. സംവരണം എന്നുള്ളത് ഇന്നൊരു വലിയ മുദ്രാവാക്യമല്ല. കാരണം സർവീസിൽ കുറെയൊക്കെ പ്രാതിനിധ്യം നമുക്ക് നേടാൻ കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് പ്രതികരിച്ച് വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് തന്നെ അങ്ങേയറ്റം അനവസരത്തിന് അനാവശ്യമാണ് പറഞ്ഞത്. ആ സമുദായം പോലും അത് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പ്രസംഗത്തിന്റെ ശബ്ദരേഖ റിപ്പോർട്ടർ പുറത്തുവിട്ടത് വിവാദമായതോടെ തിരുത്തുമായി കുഞ്ഞാലിക്കുട്ടി പുതിയ വിശദീകരണം നൽകി. സംവരണം പൂർണ്ണമായി നടപ്പിലായി കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അന്നത്തെ പോലെ, ഒട്ടും ഇല്ലാത്ത കാലത്തെ പോലെ നമുക്ക് പരിതപിക്കേണ്ട അവസ്ഥയിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നിരിക്കുന്നു. ഇനിയും പ്രശ്നം ബാക്കിയാണ് എന്ന് ഞാൻ അവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. മുസ്ലിം സംഘടനകളുടെ പൊതുനിലപാടിനെതിരായ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശങ്ങൾ സമുദായ നേതൃത്വത്തിൽ വലിയ ചർച്ചയ്ക്കാവും വരും ദിവസങ്ങളിൽ വഴിവെക്കുക. കെ.ആർ. സാജു, റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ വിഷയമാണ് ഇപ്പോൾ ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. MES സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഫസൽ ഗഫൂർ, INL സംസ്ഥാന പ്രസിഡന്റ് ശ്രീ AP അബ്ദുൽ വഹാബ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ഫസൽ ഗഫൂർ, സംവരണത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേരള സമൂഹത്തിൽ ഉയർന്നിട്ടുണ്ട്. മുസ്ലിം സമുദായം സാമ്പത്തികമായി മുന്നോക്കമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ ശ്രേണിയിലും ഉയർന്ന ഒരവസ്ഥയിലേക്ക് പരിവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഇനി സംവരണം ആവശ്യമില്ല എന്നുമുള്ള ഒരു നിലപാട് പലപ്പോഴും മുന്നോക്ക വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അന്നെല്ലാം അതിനെ ശക്തമായി വിമർശിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു മുസ്ലിം ലീഗ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ അത്തരമൊരു അഭിപ്രായം ഉയർന്നിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ആദ്യമായിട്ട് ഞാനിപ്പോൾ ശബ്ദരേഖ കേട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു പാർട്ടി മീറ്റിങ്ങിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ പറയാം റെട്ടോറിക് എന്ന് പറയും. അതായത് നമ്മൾ ചുമ്മാ അടിച്ചുവിടുന്നതായിട്ട് മാത്രം കൂട്ടിവെച്ചാൽ മതി. കാരണം ആ ഒരു മീറ്റിങ്ങിൽ മുസ്ലിം ലീഗിൻ്റെ നേട്ടം എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്തത് പാളിപ്പോയി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അദ്ദേഹം പറയുന്നുണ്ട് സംവരണത്തിൽ വലിയ നേട്ടമുണ്ടാക്കി എന്നുള്ളത്. യഥാർത്ഥത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് 12% സംവരണമുള്ള കേരളത്തിൽ മുസ്ലിമുകൾ ഗവൺമെൻറ് സർവീസിൽ വെറും 11% ഉള്ളൂ എന്നാണ്. അതേമാതിരി തന്നെ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉദ്യോഗതലത്തിൽ കേരളത്തിൽ 7000-ലധികം മുസ്ലിം പോസ്റ്റുകൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേമാതിരി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ 8% മുസ്ലിമുകളുള്ളടത്ത് അവിടെ 10% പോലീസിലുണ്ട്. അതേസമയം ഇവിടെ 25% കേരളത്തിൽ 8% പേര് മാത്രമേ പോലീസിലുള്ളൂ. അപ്പോൾ ചിലപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർട്ടി മീറ്റിങ്ങിൽ അടിച്ചുവിട്ട ഒരു കാര്യമായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഞാനിതിനെ സീരിയസ് ആയിട്ട് കണക്കാക്കുന്നില്ല. കാരണം നേരത്തെ നാം പറഞ്ഞ നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞ മാതിരി തന്നെ ഇത് ഒരുപാട് സമരങ്ങൾ മനസ്സിലല്ലേ എല്ലാ സംഘടനകളും നയിച്ചിട്ടുള്ളതാണ്. ഈ നമ്മുടെ ഇവിടെ PSC മാർച്ച് നടത്തി
നടത്തി, ഹൈക്കോടതി മാർച്ച് നടത്തി, അതേപോലെ തന്നെ സുപ്രീം കോടതിയിൽ ഒരുപാട് കേസുകൾ ഫയൽ ചെയ്തു. ഇതിലെല്ലാം വെള്ളാപ്പള്ളി 6 സമുദായങ്ങളല്ല ഉള്ളത്, 72 ഹിന്ദു സമുദായങ്ങളുടെ കൂടെ ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരങ്ങളൊക്കെ നടത്തിയിരുന്നത്. ആ കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ പ്രസിഡന്റും ഞാൻ സമുദായ സംവരണ മുന്നണിയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്താണ്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗും എൻ്റെ കൂടെയുള്ള വഹാബ് സാഹിബിൻ്റെ INL ഒക്കെ ഈ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുള്ളത് വസ്തുതകൾക്കെതിരായിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് അവസരത്തിൽ അണികൾക്ക് ആവേശം കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അടിച്ചുവിട്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ഫസൽ ഗഫൂർ, അങ്ങനെ അടിച്ചുവിടുന്ന ഒന്നാണോ അല്ലെങ്കിൽ അടിച്ചുവിട്ടാൽ കയ്യടി നേടുന്ന ഒന്നാണോ മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതുയോഗം? ഒരു പൊതുയോഗത്തിൽ സാധാരണ നിലയിൽ കയ്യടി നേടാൻ കഴിയുക ആ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നവരുടെ വിചാരങ്ങൾക്ക് കുറച്ചുകൂടി ഉയർന്ന ഒരു തലം നൽകുമ്പോഴാണ്. ഇതങ്ങനെയല്ല. മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതുയോഗം ഇനിയൊരു എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുയോഗത്തിലാണ് കുഞ്ഞാലിക്കുട്ടി അഭിപ്രായ പ്രകടനം നടത്തിയതെങ്കിൽ കയ്യടി നേടാൻ അടിച്ചുവിട്ടതാണ് എന്ന് പറയാം. മറിച്ച് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ ബാക്ക്ലോഗിൻ്റെ പ്രശ്നം, ഇതെല്ലാം നിലനിൽക്കെ അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ഇതുവരെ അവസാനിക്കാതിരിക്കെ അത്തരമൊരു കമ്മ്യൂണിറ്റിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി. സംവരണം ഇനിയൊരു മുദ്രാവാക്യമല്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടിയെ പോലൊരാൾ പ്രസംഗിക്കുമ്പോൾ അത് താങ്കൾ പറയുന്ന രീതിയിൽ ആർക്കടെ കയ്യടി നേടാൻ ആരോട് പ്രസംഗിക്കുന്നു? ഇത് വളരെ പ്രധാനമാണല്ലോ. ഫസൽ ഗഫൂർ, പൂർണ്ണമായിട്ട് ചോദ്യം കേട്ടല്ലോ. ചോദ്യം റിപ്പീറ്റ് ചെയ്യോ ചോദ്യം? ഫസൽ ഗഫൂർ, ഇത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗമാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഇതര കമ്മ്യൂണിറ്റികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുയോഗമല്ല. മുസ്ലിം സമുദായത്തിനാകട്ടെ സംവരണത്തിൻ്റെ കാര്യത്തിൽ ഒരു പൂർണ്ണതയെത്തി എന്ന അഭിപ്രായവും ഇതുവരെയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു പൊതുയോഗത്തിൽ സാധാരണ അതിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ വിചാരങ്ങൾക്ക് അപ്പുറമുള്ള ഒരു പ്രസംഗം അതെങ്ങനെ കുഞ്ഞാലിക്കുട്ടി നടത്തും? അതല്ലേ ഞാൻ പറഞ്ഞത്. അത് അണികളിൽ ആവേശം പകരാനായിട്ട് അദ്ദേഹം അടിച്ചുവിടുക, നമ്മൾ പറഞ്ഞില്ല അടിച്ചുവിട്ടതായിരിക്കും എന്നാണല്ലോ ഞാൻ ഉപയോഗിച്ചത്. ഇത് വസ്തുതകൾക്ക് നിരീക്കാത്തുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം, സംവരണത്തിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഉദ്യോഗം വിട്ടേക്ക് നമ്മൾ വിദ്യാർത്ഥികളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് മെഡിസിന് ലാസ്റ്റ് അഡ്മിറ്റഡ് മുസ്ലിം വിദ്യാർത്ഥി 1100 മുകളിൽ നിൽക്കുമ്പോൾ അതേസമയം ഇവിടെ ജനറൽ മെറിറ്റ് 600-700 നിൽക്കണില്ല കഴിഞ്ഞതാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും ഇപ്പോഴും മുസ്ലിം സമുദായം പുറയിലാണ്. ഒരു കാര്യത്തിൽ മാത്രം മുന്നിലാണ്, സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള പണം വന്നത് കാരണം തീർച്ചയായിട്ടും വലിയൊരു സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു. പക്ഷേ സമ്പത്തും സംവരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാം സ്റ്റാൻഡ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ സർക്കാർ നിരന്തരമായിട്ടുള്ള എടുത്തിട്ടുള്ള സ്റ്റാൻഡ്, മുസ്ലിം ലീഗ് അടക്കം എടുത്തിട്ടുള്ള സ്റ്റാൻഡ് ക്രീമി ലെയർ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, ഈ കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഈ പരാമർശം തികച്ചും അനുയോജ്യമായിട്ടുള്ള ഒരു പരാമർശവുമല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അദ്ദേഹം വസ്തുതകൾ പഠിക്കാതെ പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ സംഘടന ഈ കാര്യത്തോട് യോജിക്കുന്നില്ല. മാത്രമല്ല തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നിന്ന് ഇതിനെ പറ്റിയിട്ട് അത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ചിലപ്പോൾ വേണ്ടി വരും, ഒരു ക്ലാരിഫിക്കേഷൻ ഈ കാര്യത്തെ പറ്റി വേണ്ടിവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ അബ്ദുൽ വഹാബ്, കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രസംഗം അത് ഒരു പൊതുയോഗത്തിൽ അതിൻ്റെ അന്തരീക്ഷത്തിൽ നടത്തിയ ഒരു പ്രസംഗമായിരിക്കും എന്ന നിരീക്ഷണങ്ങൾ അത് ശരിയാണോ? ഉത്തരവാദപ്പെട്ട വ്യക്തികൾ അത് പാർട്ടി യോഗത്തിലാണെങ്കിലും പൊതുയോഗത്തിലാണെങ്കിലും സംസാരിക്കുമ്പോൾ അത് സത്യസന്ധമാകണം, ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയായിരിക്കണം. അനാവശ്യമായ വിവാദങ്ങൾ പല സന്ദർഭങ്ങളിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. 5ാം മന്ത്രിയുടെ കാര്യത്തിൽ അനാവശ്യമായൊരു വിവാദം ഉണ്ടാക്കി. അത് പാർട്ടികളെ ആവേശപ്പെടുത്താൻ ഒരു പക്ഷെ അങ്ങനെയൊക്കെ ആവാമെങ്കിൽ പോലും ഇത് അദ്ദേഹം കേരളത്തിലെ പ്രമുഖനായൊരു മന്ത്രിയാണ്. ഇവിടെ നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ വസ്തുതകൾക്ക് നിരക്കാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പാർട്ടി യോഗത്തിലാണെങ്കിലും പബ്ലിക് മീറ്റിംഗിലാണെങ്കിലും വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ഉദ്യോഗരംഗത്ത് മതിയായ പ്രാതിനിധ്യം കിട്ടിയെന്ന് അദ്ദേഹം എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? സംവരണത്തിനെതിരെ കാലാകാലങ്ങളായി നിലകൊള്ളുന്ന ആളുകൾക്ക്, സംവരണ വിരുദ്ധർക്ക് അദ്ദേഹം ഒരു പ്രചരണായുധം നൽകി എന്നല്ലാതെ എന്ത് ആവേശമാണ് അദ്ദേഹത്തിന്റെ അണികളിൽ വാസ്തവത്തിൽ ഈ പ്രസ്താവനയിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്? 2005 നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് സച്ചാർ കമ്മീഷൻ കേരളത്തിലെ പഠനം നടത്തിയത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പിന്നാക്കക്കാരുടെയും പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സ്ഥിതി സച്ചാർ കമ്മീഷൻ പഠനം വിധേയമാക്കി. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വ്യവസായ വകുപ്പിൽ പോലും മുസ്ലിങ്ങൾക്ക് 8% മാത്രമേ പ്രാതിനിധ്യമുള്ളൂ.
വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ 35 കൊല്ലത്തോളമായി, ഒരുപക്ഷെ ഇത്രയും കാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു പാർട്ടി കേരളത്തിൽ വേറെ ഉണ്ടായിരിക്കില്ല. മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഇത്രയും 35 കൊല്ലത്തോളം വിദ്യാഭ്യാസ വകുപ്പിൽ 8% മാത്രമേ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമുള്ളൂ. 1970-ലാണ് നെഹ്റു കമ്മീഷൻ റിപ്പോർട്ട് 12% മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം സംവരണം നിജപ്പെടുത്തിയത്. സമുദായ ഓരോ വിഭാഗത്തിന്റെയും ആനുപാതികമായി അവരുടെ ജനസംഖ്യയുടെ തോതനുസരിച്ച് ആ ഒരു തലത്തിൽ തന്നെയാണ് ഇപ്പോൾ സംവരണം നിലനിൽക്കുന്നത്. പക്ഷെ അവിടേക്ക് പോലും എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. സച്ചാർ കമ്മീഷന്റെ കണ്ടെത്തലുകൾ, നരേന്ദ്ര കമ്മീഷന്റെ കണ്ടെത്തലുകളെ ആസ്പദിച്ചുകൊണ്ടുണ്ടാക്കിയ സച്ചാർ കമ്മീഷന്റെ പഠനത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ 7% മാത്രമേ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമുള്ളൂ. എല്ലാ വകുപ്പുകളും കൂട്ടിയിട്ടാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ എല്ലാ വകുപ്പുകളും കൂട്ടിയപ്പോൾ 11% മാത്രമേ മുസ്ലിങ്ങൾക്ക് സംവരണമുള്ളൂ. 1970 നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ട് നിജപ്പെടുത്തിയ 12% സംവരണം പോലും വാസ്തവത്തിൽ ഈ 2015 പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥാനങ്ങളിലേക്കും മതിയായ പ്രാതിനിധ്യം ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാകാം. മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക് ഒരുപക്ഷെ മതിയായ ഉദ്യോഗ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, സാധാരണ സമൂഹത്തിലെ ഈ പാവപ്പെട്ട സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വെറുതെ അനാവശ്യമായി ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, വസ്തുതാപരമായി സംസാരിക്കാൻ അദ്ദേഹം ശ്രീ വഹാബ്, PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ നേതാവാണ്. മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ സംവരണത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ, അതിൻ്റെ നയരൂപീകരണം, അതിലെല്ലാം ദീർഘനാളായി പങ്കാളിയായിരുന്ന ഒരാളാണ്. ഇവിടെ പല സംഘടനകളും, പല മുന്നോക്ക സംഘടനകളും, ഇപ്പോൾ NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ, അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, ഇവരെല്ലാം തന്നെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിലെ സ്ഥിതി. ഇവിടെ ഇത്തരം സംവരണത്തിൻ്റെ ആവശ്യമില്ല, വിദ്യാഭ്യാസ രംഗത്ത് മുന്നോക്കം വന്നിരിക്കുന്നു. അതിന്ന് PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അതും പറയുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏത് സമുദായത്തോടും ഒപ്പം നിൽക്കാൻ കഴിയുന്ന രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് മുസ്ലിം സമുദായത്തിന് സ്വന്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നോക്ക സമുദായങ്ങൾക്കൊപ്പം തൊഴിൽ രംഗത്ത്, ഉദ്യോഗതലത്തിൽ ഒപ്പമെത്തിയിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം ലീഗിന് സംവരണം എന്ന മുദ്രാവാക്യം ഉയർത്തേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, അത് ഇതര സംഘടനകൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്ന സമയത്ത്, ഇപ്പോൾ NSS ഉന്നയിക്കുമ്പോൾ, അതല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കുമ്പോൾ, അത് സംവരണ വിരുദ്ധരുടെ ഒരു നിലപാടായി ചിത്രീകരിച്ചിരുന്ന മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകൾ, വിവിധ പിന്നാക്ക സമുദായ സംഘടനകൾ, ഇവരെല്ലാം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയെ പോലൊരാൾ NSSൻ്റെ അതല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആ നിലപാട് അത് കുറച്ചൊക്കെ ശരിയാണ്, ഇവിടെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നതിൽ എന്താണ് വിഷമം? വസ്തുതകൾക്ക് നിരക്കാത്തത് കൊണ്ടാണ് ഇത് അംഗീകരിക്കാത്തത്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രസക്തി, ഇപ്പോൾ അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് പാർട്ടിയുടെ പ്രസക്തിയുടെ കാര്യമാണെങ്കിൽ അത് അംഗീകരിക്കാം. സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇനി മുസ്ലിം ലീഗിന് ആവശ്യം ഉന്നയിക്കേണ്ട ഒരു ആവശ്യമില്ല. മുസ്ലിം ലീഗിന്റെ പ്രസക്തി ആ രീതിയിൽ അവസാനിച്ചു എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നതെങ്കിൽ നമ്മളത് അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം അത് പച്ചക്ക് പറയാൻ കൂടി തയ്യാറാവണം. അതേസമയം നമ്മളത് ചോദ്യം ചെയ്യുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത്. അത് വളരെ കൃത്യമാണ്. ഈ ഇവിടുത്തെ അത് ഏത് തരത്തിലുള്ള സംവാദത്തിനും ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി പറയട്ടെ, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ഇക്കാര്യത്തിൽ സംവരണത്തിന്റെ വിഷയത്തിൽ ഒരു പൊതു ചർച്ചയ്ക്ക് ഇന്ത്യൻ നാഷണൽ ലീഗ് വെല്ലുവിളിക്കുകയാണ്. കണക്കുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കട്ടെ. ദയവായി തുടരുക. ശ്രീ VV രാജേഷ്, PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു മുസ്ലിം സമുദായം അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനും പിന്നോക്ക സമുദായങ്ങൾക്കുമുള്ള സംവരണം എന്ന മുദ്രാവാക്യം ഇനി ഉയർത്തേണ്ടതില്ല. ഏതാണ്ട് ആ സംവരണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. ഉദ്യോഗതലത്തിൽ അത് സാധ്യതമായിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ആ അവസ്ഥ എന്താണോ ലക്ഷ്യം വെച്ചത് അത് ഏതാണ്ട് നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സംവരണ മുദ്രാവാക്യം ഇനി ലീഗ് ഉയർത്തേണ്ടതില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരാൾ പറയുന്നു. പക്ഷേ MESൻ്റെ ശ്രീ ഫസൽ ഗഫൂറും അതുപോലെ തന്നെ INLൻ്റെ അബ്ദുൽ വഹാബും വ്യത്യസ്തമായ ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്നു. എന്താണ് നിങ്ങളുടെ ഒരഭിപ്രായം കേരള സാഹചര്യത്തിൽ? അല്ല, ഇത് ഈ കുഞ്ഞാലിക്കുട്ടിയുടെ പറഞ്ഞതായി പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല.
ചില മാധ്യമങ്ങൾ വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ള വിവരം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായം ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടില്ല. ഇവിടെ പിന്നോക്ക സമുദായങ്ങളുടെയൊക്കെ അഭിപ്രായം പറയേണ്ടത് ആ സംഘടനകളാണ്. അതിന്റെ ഒന്നും സ്വത്തവകാശ ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് അല്ല. BJPയുടെ സംഘടനാപരമായിട്ടുള്ള നിലപാട് സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് സംവരണം നടത്തേണ്ടതെന്നുള്ള ഞങ്ങളുടെ പ്രഖ്യാപന നിലപാട്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ എന്ന് പറയുന്ന ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്റെ വ്യക്തിപരമായ അതിന് വലിയൊരു തട്ടിപ്പാണ്. കാരണം മുസ്ലിം ലീഗ് അനർഹമായി ആനുകൂല്യങ്ങളൊക്കെ നേടും എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള നേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടന്ന ആ പ്രചരണം എന്ന് പറഞ്ഞുകൊണ്ടല്ല, എന്ന യാഥാർത്ഥ്യത്തെ ആസ്പദമാക്കി നടന്ന പ്രചരണം നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളവയിൽ യുഡിഎഫിന് ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുവാനുള്ള, ജയിച്ചെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വളരെ വലിയൊരു മതേതരത്വ പ്രതിച്ഛായ നേടിയെടുക്കുവാനുള്ള പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ആസൂത്രണത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം രഹസ്യമായി നടത്തിയെന്ന് പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ ഓഡിയോ ടേപ്പ് പുറത്തുവിടുന്നത്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരിക്കലും കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു വലിയ രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതിനു വേണ്ടി ഒരിക്കലും തയ്യാറാവുകയില്ല. ആ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ട് മാത്രമാണ്, ഒരു തന്ത്രം മാത്രമായിട്ടാണ് ഞാനിത് കാണുന്നത്. ദയവായി തുടരുക. ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പോൾ BJP പ്രതിനിധി രാജേഷ് അതിനെ വിലയിരുത്തുന്നത് ഒരു മതേതര പ്രതിച്ഛായ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് PK കുഞ്ഞാലിക്കുട്ടി നടത്തിയത്. അതല്ലാതെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാളിൽ നിന്ന് അത്തരമൊരു പ്രസ്താവന വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. ഏതാണ്ട് PK കുഞ്ഞാലിക്കുട്ടി ഇതിന് കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ സംഘപരിവാറിനെയും അതുപോലുള്ള സംഘടനകളെയും മാത്രമല്ല വർഗീയതയ്ക്ക് അനുസൃതമായ പ്രവർത്തനങ്ങൾ സ്വന്തം ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം, അകത്തേക്ക് നോക്കണം എന്ന ഒരു നിലപാടും സ്വീകരിച്ചിരുന്നു. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായം ഒരു സ്ഥിതിയിലെത്തിക്കഴിഞ്ഞു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യത്തിലേറെ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ മുസ്ലിം ലീഗ് കേവലം മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം സങ്കുചിത ആവശ്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു സംഘടനയായി മാറുക, ഇപ്പോൾ കോൺഗ്രസിനേക്കാളും വലിയ പ്രസ്ഥാനമായി ലീഗിന് മാറാൻ കഴിയുക, അത്തരമൊരു ലക്ഷ്യം വെച്ചാണ് എങ്കിൽ കൂടി ഇപ്പോൾ VV രാജേഷ് ചൂണ്ടിക്കാണിക്കുന്ന പോലെ അത്തരമൊരു ഹിഡൻ അജണ്ട അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കൂടി സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന രീതിയിൽ ഇനി സംവരണ സമരമില്ല എന്ന് പറയേണ്ടി വരുമോ? എന്താണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ളത്? ആദ്യം തന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ സമുദായ സംവരണ മുന്നണിയുടെ സെക്രട്ടറി ഇപ്പോൾ കുട്ടി അഹമ്മദ് കുട്ടിയാണ്, ലീഗിൻ്റെ പ്രതിനിധി. അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് അതിൽ ഇൻവോൾവ് ആണെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുസ്ലിം ലീഗ് അതിൽ ഇൻവോൾവ് ആണ്. പക്ഷേ മറ്റു സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ടുള്ള ഇതുണ്ടോ ഇല്ല എന്ന് പറയാൻ ഞാനാണല്ലോ. പക്ഷേ സമുദായ സംവരണ മുന്നണിയുടെ വക്താവ് എന്നുള്ള നിലക്ക് കുട്ടി അഹമ്മദ് കുട്ടിക്ക് ഇതിനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അത് ശരിയാണോ അല്ലെന്ന്. കാരണം സമുദായ സംവരണ മുന്നണിയുടെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഒരു സമുദായത്തിനും പിന്നോക്ക സമുദായത്തിനും വേണ്ട തരത്തിൽ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഇന്ന് വരെയുള്ള സ്റ്റാൻഡ്. കാരണം അതിൻ്റെ മുൻ സെക്രട്ടറി എന്നുള്ള നിലക്കാണ് ഞാനത് പറയാൻ ശ്രദ്ധിക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു സെക്കുലർ മുഖം മൂടിയെടുത്ത് അണിയുകയാണ് അല്ലേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അതൊരു സെക്കുലറായിട്ടുള്ള വേദിയിലല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ വേദിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ കാണുന്നത് അങ്ങനെയല്ല. മുസ്ലിം ലീഗിൻ്റെ ഒരു നേട്ടമായിട്ട് അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ ജോലികൾ ഞങ്ങൾക്ക് തരാൻ പറ്റി, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റി, ഭയങ്കരമായിട്ടുള്ള മുന്നേറ്റം നമുക്ക് നേടാൻ പറ്റി, ഇതിനൊക്കെ കാരണം ലീഗാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം മാത്രമായിട്ടാണ്. അപ്പോൾ അല്ല, രാജേഷ് പറഞ്ഞത് ഒരു വ്യക്തതയില്ലായിരുന്നു. ഇവിടുത്തെ ഓഡിബിലിറ്റി ശരിയില്ലാത്തതിനെ കൊണ്ട് എനിക്കത് പറ്റി എനിക്ക് പറയാൻ പറ്റുന്നില്ല, അതിനെ പ്രതികരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ വസ്തുതകൾ അങ്ങനെയല്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇനിയും ഒരുപാട് ദൂരം നമ്മൾ പോകേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. വിദ്യാഭ്യാസ രംഗത്ത് നേടിയിട്ടുള്ള നേട്ടമെന്ന് പറഞ്ഞാൽ തന്നെ വെറും സ്വയാശ്രയ മേഖലയിൽ മാത്രമാണ്. എയ്ഡഡ് മേഖലയിൽ എത്രയോ പുറയിലാണ്, പാവപ്പെട്ടവൻ പഠിക്കുന്ന എയ്ഡഡ് മേഖലയിൽ എത്രയോ പുറയിലാണ്. 35 കൊല്ലത്തെ ഭരണത്തിന് ശേഷം പുറയിലാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അപ്പോൾ ഇതൊരു പാർട്ടി മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആണോ, അത് മുസ്ലിം ലീഗിൻ്റെ നിലപാടാണോ എന്നുള്ളത് പറയേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KPA മജീദാണ്. സംവരണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കേണ്ടത് കുട്ടി അഹമ്മദ് കുട്ടിയാണ് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ശ്രീ ഫസൽ ഗഫൂർ, അത് ഔദ്യോഗിക പ്രതികരണം അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നിയമസഭയിലെ നേതാവ്, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ലീഗിൻ്റെ ഒരു പൊതുനിലപാട് രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന കുഞ്ഞാലിക്കുട്ടി
ഇന്ന് എടുത്തിരിക്കുന്ന ഈ നിലപാട് അത് സംവരണ വിരുദ്ധ ശക്തികൾ എന്ന് വിശേഷിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണകരമാണ്. കാരണം അവർക്ക് നാളെ പറയാം, ഇപ്പോൾ സുകുമാരൻ നായർക്ക് നാളെ പറയാം, അതല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കൾക്ക് നാളെ പറയാം, എന്തിനാണ് കേരളത്തിൽ മുസ്ലിം സംവരണം? ആ മുസ്ലിം സംവരണം അത് എന്താണോ ലക്ഷ്യം വച്ചത് അത് നേടിക്കഴിഞ്ഞു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ സംവരണത്തിൻ്റെ തൽസ്ഥിതി, അതിൻ്റെ നേട്ടകോട്ടങ്ങൾ എത്രത്തോളം എന്ന് പഠിക്കാൻ സർക്കാർ തന്നെ തീരുമാനിച്ച സാഹചര്യത്തിൽ അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ ഇനി സംവരണം അത് ഒഴിവാക്കിക്കൊണ്ട് മെറിറ്റ് എന്ന ആ കാഴ്ചപ്പാട് അതിനുവേണ്ടി ഒരു ശബ്ദം ഉയരുന്നതിന് വഴിയൊരുക്കുന്നതല്ലേ ഈ നിലപാട്? തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം ഇന്നിപ്പോൾ ഞാനിത് ഈ വിവാദം മാധ്യമം പത്രത്തിൽ പറഞ്ഞു, ഇത് വെറും റിപ്പോർട്ടർ ചാനലിൽ മാത്രമല്ല പത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മൾ പുറത്തുവിടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, ഇത് ശത്രുക്കളുടെ കയ്യിൽ ഒരു ആയുധമായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഞാൻ പറയാം, ഇതിന് മുമ്പും ലീഗിൻ്റെ മലക്കമറിച്ചിലുണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്താണ് മുന്നോക്കത്തിൽ പിന്നോക്കം എന്ന് പറഞ്ഞിട്ട് NSSന്റെ പ്രഷറിന് വഴങ്ങിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടുത്തെ എയ്ഡഡ് കോളേജുകളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിൽ മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു കോട്ട ഇവിടെ ഫിക്സ് ചെയ്യുകയുണ്ടായി. ഈ കോട്ടയെ സമുദായ സംവരണ മുന്നണി ചാലഞ്ച് ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പും മുസ്ലിം ലീഗ് അതിൻ്റെ ഒറിജിനൽ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുത്തിട്ടുണ്ട്. കാരണം അന്ന് പറഞ്ഞത് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലല്ലേ, അതിൻ്റെ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് NSSുമായിട്ടൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് മുന്നോക്കത്തിൽ പിന്നോക്കം അനുവദിച്ചതെന്നാണ്. ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കേസിൽ ഞങ്ങളെല്ലാവരും കക്ഷികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ സൂക്ഷിക്കണം. പക്ഷേ ഞാനൊരു കാര്യം അതോടൊപ്പം വ്യക്തമാണ്. അതിലേക്ക് ശ്രീ ഒ അബ്ദുള്ള, സംവരണത്തിൻ്റെ കാര്യത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉയർത്തിവിട്ടിരിക്കുന്ന പുതിയ കാഴ്ചപ്പാട് അത് കേരളത്തിൽ സാമ്പത്തിക തലത്തിലല്ല സംവരണം കാണേണ്ടത്, മറിച്ച് സാമൂഹ്യ അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ വേണം സംവരണത്തോടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന വാദം നിലനിൽക്കെ സംവരണ വിരുദ്ധ ശക്തികൾക്ക് ഒരു ആയുധം എടുത്തു കൊടുക്കുന്നതിന് തുല്യമായില്ലേ? മറ്റൊന്ന്, മുസ്ലിം ലീഗ് ഒരു പാർട്ടി എന്ന നിലയിൽ നടത്തേണ്ട അഭിപ്രായ പ്രകടനം അത് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തിപരമായി നടത്തുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും? അല്ല, മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ മുമ്പ് വന്നിട്ടുണ്ട്. നമ്മളാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് അന്ന് ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞപ്പോൾ അത് വലിയ വിവാദമായിരുന്നു. അണികൾ സദസ്സിന് മുമ്പിൽ വെച്ചിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് പല രംഗത്ത് അവർക്ക് ഉണ്ടാവുന്നതായ തിരിച്ചടികൾ അതിനെ നേരിടാൻ വേണ്ടിയൊക്കെ നേതാക്കന്മാർ നടത്തുന്ന ചില ലൂസായ പ്രസ്താവനകളുണ്ട്. ആ പ്രസ്താവനകളെ വലിയൊരു ഗൗരവത്തോടു കൂടി പാർട്ടി തീരുമാനമായി ഇനി സംവരണം ആവശ്യമില്ല, അതുകൊണ്ട് മുസ്ലിം ലീഗ് പിരിച്ചുവിടുക എന്ന രീതിയിലേക്കൊക്കെ നമ്മളിതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നതിന് പകരം അവരുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വാശ്രയ രംഗത്ത് വ്യക്തമാണ്. ശ്രീ കെ ടി ജലീൽ, ഇപ്പോൾ ശ്രീ ഒ അബ്ദുള്ള പറയുന്നത് അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയത് ആണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗം എന്നാണ്. ഇനി സംവരണം വേണ്ട, സംവരണത്തിൽ ലക്ഷ്യം കണ്ടു കഴിഞ്ഞു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രസംഗിക്കുമ്പോൾ മലപ്പുറത്തെ ദരിദ്രനായ ഇപ്പോഴും വിദ്യാസമ്പന്നനാകാത്ത ഒരു ദുർബലനായ മുസ്ലിം അതിൽ ആവേശം കൊള്ളുന്ന അവസ്ഥയുണ്ടോ? മുസ്ലിം ലീഗ് ഇക്കാലം അത്രയും നേടിയ നേട്ടത്തെ പർവ്വതീകരിച്ച് കാണിക്കാൻ വേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുസ്ലിം ലീഗിന്റെ വേദിയിൽ ആളുകളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അതിന് മറ്റൊരു മാനം ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. അദ്ദേഹം മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു അത്തരം ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നത് എങ്കിൽ ഇത്രമാത്രം അത് ചർച്ചയാകുമായിരുന്നില്ല. ഇത് ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾ ഇപ്പോഴും ഉദ്യോഗ മേഖലകളിൽ അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാജ്യവ്യാപകമായിട്ടുള്ള മുസ്ലിങ്ങളുടെ താല്പര്യത്തിന് സംരക്ഷണത്തിന് പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന സംഘടന കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രം ചില ഉപരിപ്ലവമായിട്ടുള്ള നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളായി സാമുദായിക സംവരണത്തെ എതിർക്കുന്ന ആളുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു വടിയാണ്. അവരിനി നാട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ഇക്കാലം അത്ര പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് മുസ്ലിം ലീഗ് തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നാണ്. ഇത് സംവരണത്തിന് വേണ്ടി പൊരുതുന്ന ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റു അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളുടെ വരെ മുന്നേറ്റത്തെ, അവരുടെ
സംവരണവുമായി ബന്ധപ്പെട്ട സമരങ്ങളെ ദുർബലപ്പെടുത്തും. അത്തരം ഒരു സാഹചര്യമാണ് ഈ പ്രസ്താവനയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം ഒരുപക്ഷെ പറയുമായിരിക്കും. പറഞ്ഞാൽ പോലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ സുവ്യക്തമാണ്. മുസ്ലിം ലീഗ് ഇക്കാലമെത്തോളം പ്രവർത്തിച്ചത് എല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു. സംവരണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം, ഇതാണ് ഒരു ജനതയുടെ സർവതോന്മുഖമായ അഭിവൃദ്ധിയുടെ ആധാരം. ആ രണ്ട് കാര്യങ്ങളിലും സമ്പൂർണത കൈവരിച്ചിരിക്കുന്നു എന്ന് തോന്നത്തക്ക വിധമുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ കെ ടി ജലീൽ, ഇപ്പോൾ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട്, അതിൻ്റെ തുടർ നടപടികൾ, അതുപോലെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, അതിൻ്റെ തുടർ നടപടികൾ, ഇതിലെല്ലാം മുസ്ലിം ലീഗ് അധികാരത്തിൽ പങ്കാളിയായിരുന്നിട്ടും വ്യക്തമായ ഒരു നടപടികൾ മുന്നോട്ട് പോകുന്നില്ല. മറ്റൊന്ന്, പിന്നോക്ക സംവരണം എന്ന് പറയുന്നത് അത് മുസ്ലിം സമുദായത്തെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതോ അവർക്ക് വേണ്ടി മാത്രമുള്ളതോ അല്ല. ഈഴവ സമുദായം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഈ മന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ അതിൽ സങ്കടം രേഖപ്പെടുത്തുന്നു. ഈഴവ സമുദായത്തിൻ്റെ അവസ്ഥ വ്യത്യസ്തമാണ് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ സംവരണം എന്ന കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് പിന്നാക്ക സംവരണം എന്ന കാഴ്ചപ്പാട്, അതിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഉൾച്ചേർന്ന് നിന്നിരിക്കുന്ന 6-7 സംഘടനകൾ, അതിനെ കുഞ്ഞാലിക്കുട്ടി ആ സംഘടനകളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അത് പറഞ്ഞ ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാൾ പറയുന്നു ഇത് കേരളം മാറിയിരിക്കുന്നു എന്ന്. എന്തുകൊണ്ട് നമ്മളതിനെ അവിശ്വസിക്കണം? കുഞ്ഞാലിക്കുട്ടിയെ പോലെ ദീർഘനാൾ മന്ത്രിയായിരിക്കുന്ന, സർക്കാരിലെ പ്രവർത്തനങ്ങൾ അറിയുന്ന ഒരാൾ പറയുകയാണ് മതി, ഇനി ആ സംവരണത്തിൻ്റെ ആവശ്യം മതിയായി എന്ന് പറയുമ്പോൾ മെറിറ്റ് എന്ന നിലപാട് നമ്മളും അതിലേക്ക് എത്തേണ്ടതല്ലേ? സ്ഥായിയായ ഒരു സംവിധാനമല്ല സംവരണം ലോകത്തെവിടെയും. SC സംവരണം പോലും ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു നിശ്ചിത കാലദൈർഘ്യം വെച്ചാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ആ കാലദൈർഘ്യം പിന്നിട്ടപ്പോൾ പോലും SC വിഭാഗത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം ലഭ്യമായില്ല എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ പാർലമെന്റ് ഭരണഘടന ഭേദഗതി ചെയ്ത് വർഷം പിന്നെയും നീട്ടിയത്. ഈ SC വിഭാഗത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല താങ്കളുടെ സംഭാഷണം വ്യക്തമാകുന്നില്ല, ടെലിഫോണിൽ തരാറുണ്ട്. ശ്രീ അബ്ദുൽ വഹാബ്, എന്താണ് ഈ നിലപാട് തിരുത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്? അതോ കുഞ്ഞാലിക്കുട്ടി പറയുന്ന സത്യം അതുകൂടി അംഗീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിലപാടിലേക്ക് മുസ്ലിം സംഘടനകളും പിന്നാക്ക സംഘടനകളും മാറേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, മുസ്ലിം ലീഗ് പഴയകാലത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. വരേണ്യവർഗങ്ങളുടെ താല്പര്യങ്ങൾ മാത്രമാണ് മുസ്ലിം ലീഗ് സംരക്ഷിക്കുന്നത്. ഈ സംവരണ കാര്യത്തിലും ഈ നിലപാടിൻ്റെ കാര്യത്തിലും അതാണ് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഉയർന്ന ആളുകളുടെ കാര്യങ്ങൾ മാത്രമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ കാര്യം ആ നിലയിൽ വളരെ സത്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ വൈരുദ്ധ്യം, അതിൻ്റെ പാപ്പരത്വം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇപ്പോൾ അദ്ദേഹം തന്നെ ഈ പല സംഗതികൾക്കും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കണക്കുകൾ അദ്ദേഹത്തെ പരിഹാസ്യമാക്കുകയാണ്. അത് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. കണക്കുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫസൽ ഗഫൂർ ആണെങ്കിലും ശ്രീ അബ്ദുൽ വഹാബ് ആണെങ്കിലും മുന്നോട്ട് വരുമ്പോൾ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുകയാണോ പി കെ കുഞ്ഞാലിക്കുട്ടി ചെയ്തത്? കേരളത്തിൽ സാമൂഹ്യ രംഗങ്ങളിൽ വന്ന മാറ്റം, അതിൽ സംവരണം ഇനി എത്രത്തോളം വേണം എന്ന പുതിയൊരു ചർച്ച, അതാണോ പി കെ കുഞ്ഞാലിക്കുട്ടി ഉയർത്തിക്കൊണ്ടുവന്നത്? അതിൻ്റെ ഏതു വശങ്ങൾ എങ്ങനെ പരിഗണനയ്ക്കെടുക്കണം? ഇക്കാര്യങ്ങൾ രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ നന്ദി ശ്രീ കെ ടി ജലീൽ, ശ്രീ ഫസൽ ഗഫൂർ, ശ്രീ അബ്ദുൽ വഹാബ്, ശ്രീ ഒ അബ്ദുള്ള, ശ്രീ വി രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.